ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇന്നലെയായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തായിയെങ്കിലും രാഹുൽ ഇപ്പോഴും എംഎൽഎ ആണ്. പുറത്താക്കലിന്റെ പേരിൽ രാഹുലിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യപ്പെടുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താകുന്നത് ഒരാളുടെ നിയമസഭാംഗത്വം നഷ്ടപ്പെടാൻ ഇടയാകുന്നില്ല. സ്വയം രാജിവെക്കുമ്പോഴോ സദാചാര വിഷയങ്ങളുടെ പേരിൽ സഭ തന്നെ പുറത്താക്കുമ്പോഴോ മാത്രമാണ് അംഗത്വം നഷ്ടപ്പെടുന്നത്. അതിന് ചില നടപടിക്രമങ്ങളുമുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എംഎൽഎ ആയ ഒരാൾ പാർട്ടി പിന്തുണ പിൻവലിക്കുകയും സ്വയം രാജിവെച്ച് ഒഴിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എംഎൽഎ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നത്. സഭയുടെ ചട്ടങ്ങൾ അങ്ങനെയാണ്. മറ്റൊന്ന്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അംഗത്വം നഷ്ടപ്പെടാം. അതായത് ഒരു എംഎൽഎ സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുക്കുകയോ പാർട്ടി വിപ്പ് ലംഘിച്ച് സഭയിൽ വോട്ട് ചെയ്യുകയോ ചെയ്താൽ കൂറുമാറ്റ നിയമപ്രകാരം അംഗത്വം ഇല്ലാതാകും. പക്ഷേ അതിന് കൂറുമാറ്റ നിയമം അടിസ്ഥാനമാക്കിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറാണ് അയോഗ്യത കൽപ്പിക്കേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇത്തരമൊരു സാഹചര്യം നിലവിലില്ല. അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോഴും സഭയിൽ അവശേഷിക്കുന്ന കാലത്ത് കോൺഗ്രസ് വിപ്പ് നൽകിയാൽ അത് പാലിക്കാൻ രാഹുലിന് ബാധ്യതയുണ്ട്. അംഗത്വം നഷ്ടപ്പെടുന്ന മറ്റൊരു സാഹചര്യം സദാചാര വിഷയങ്ങളാണ്. രാഹുലിന്റെ കാര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു നീക്കവും ഇതുതന്നെയാണ്. അംഗങ്ങൾക്കെതിരായ സദാചാര വിഷയങ്ങൾ പരിശോധിക്കുന്ന എത്തിക്സ് കമ്മിറ്റിക്കോ സ്പീക്കർക്കോ പരാതി നൽകാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെയും ആരോപണം നേരിടുന്നവരെയും കേട്ട് എത്തിക്സ് കമ്മിറ്റി തെളിവെടുപ്പ് നടത്തി ശുപാർശ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾക്കും സാധ്യതയുണ്ട്. താക്കീത് ചെയ്യലും സസ്പെൻഷനുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. സഭയുടെ അന്തസ്സ് ഹനിക്കപ്പെടുന്നു എങ്കിലാണ് അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുക. എത്തിക്സ് കമ്മിറ്റി ശുപാർശ പ്രമേയമായി മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച് സഭയാണ് പുറത്താക്കൽ തീരുമാനിക്കേണ്ടത്. രാഹുൽ വിഷയത്തിൽ ഇങ്ങനെയൊരു പ്രമേയം സഭയിൽ വന്നാലും UDF അതിനെ എതിർക്കാൻ സാധ്യതയില്ല. കാരണം എതിർത്താൽ രാഹുലിന്റെ പുറത്താക്കൽ നടപടിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും. എത്തിക്സ് കമ്മിറ്റി ശുപാർശയുടെ പേരിൽ ഒരിക്കൽ PC ജോർജിനെ താക്കീത് ചെയ്തതൊഴിച്ചാൽ ഇതുവരെ ആരെയും അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമില്ല. പക്ഷേ രാഹുലിനെതിരായ ആരോപണം അത്തരത്തിൽ ഒന്നല്ല എന്നതും ശ്രദ്ധേയമാണ്. PC ജോർജിനെ താക്കീത് ചെയ്തത് ഗൗരിയമ്മയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയതിനായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് കൃത്യമായ സഭയുടെ അന്തസ്സ് ഹനിക്കപ്പെടുന്ന തരത്തിലുള്ള ആരോപണമാണ്. അതുകൊണ്ട് തന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി വന്നാൽ പിന്നീട് അംഗത്വത്തിൽ നിന്ന് പുറത്താക്കൽ മാത്രമായിരിക്കും നടക്കുക. രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയാണ്. അതേസമയം രാഹുലിനെ പുറത്താക്കിയ നടപടി കോൺഗ്രസ് പാർട്ടിക്കുണ്ടാക്കിയ ഇമേജ് വളരെ വലുതാണ്. രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ഘട്ടമെത്തിയ സമയത്ത് തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനാകാത്ത മാതൃകാപരമായ നടപടി. പാർട്ടിക്കാകെയും അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിക്ക് പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടില്ല എന്ന കൃത്യമായ സന്ദേശം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതി നേരിട്ട് പോലീസിന് കൈമാറിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. പാർട്ടിയിൽ നിന്ന് രാഹുലിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത് എപ്പോഴാണ് എന്ന് മാത്രമാണ് പിന്നീട് അറിയാനുണ്ടായിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അടുത്ത നിമിഷം രാഹുലിന് പുറത്തേക്ക് വാതിൽ തുറക്കുകയും ചെയ്തു. നേരിട്ട് രേഖാമൂലമുള്ള പരാതി പോലും ഇല്ലാത്ത സമയത്താണ് രാഹുലിനെ ആദ്യം സസ്പെൻഡ് ചെയ്തതും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമ്പോഴും രാഹുലിനെ സംരക്ഷിക്കാൻ പാർട്ടിയിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. പുറത്താക്കാൻ AICCയുടെ അനുമതി ആദ്യമേ വാങ്ങിയെടുത്തു. KPCCക്ക് തീരുമാനമെടുക്കാൻ AICC അനുമതിയും നൽകി. ജാമ്യാപേക്ഷ നിരസിച്ചതിന്റെ പേരിലല്ല, രണ്ടാമത്തെ പരാതിയും കേസുകളും അടിസ്ഥാനമാക്കിയാണ് പുറത്താക്കലെന്ന് പാർട്ടി നേതൃത്വം വിശദീകരിച്ചിട്ടുമുണ്ട്. രാഹുലിനെ പുറത്താക്കിയതിലൂടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ ഒരു സന്ദേശവും അവരോട് ഒരു ചോദ്യവുമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സമാന പരാതികളിൽ ഇതേ ആർജവത്തോടെ മുന്നേറാൻ CPM അടക്കമുള്ള പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നതോടൊപ്പം ലൈംഗികാതിക്രമ പരാതികൾ പോലീസിന് കൈമാറാതെ പാർട്ടിക്കകത്ത് കൈകാര്യം ചെയ്യുന്ന CPMന്റെ സമ്പ്രദായത്തെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. ഇതിന് മറുപടി നൽകാൻ CPM ബാധ്യസ്ഥരുമാണ്. രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചത്.
MLA സ്ഥാനം രാജിവെപ്പിക്കാനും പാർട്ടിയിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. പാർട്ടിയിലെ രാഹുലിന്റെ വളർച്ച പോലെ തന്നെയായി അദ്ദേഹത്തിന്റെ പതനവും എന്നത് വിധി വൈപരീത്യമാകാം. പാർട്ടി പാരമ്പര്യം പറഞ്ഞിരുന്നവർക്ക് മുന്നിലൂടെയാണ് ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരെയെല്ലാം വെട്ടിയൊഴിഞ്ഞ് രാഹുൽ വളർന്നത്. ശരവേഗത്തിൽ പാർട്ടിയിൽ വളർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും പിന്നാലെ MLA സ്ഥാനത്തും എത്തിയ രാഹുൽ അതേ വേഗത്തിൽ അതിനേക്കാൾ ആഴത്തിലേക്ക് വീണു. ആ പതനമാകട്ടെ നാണം കെട്ടതുമായി. കഴിഞ്ഞ വർഷം ഡിസംബർ 4-ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ കൃത്യം 1 വർഷം പൂർത്തിയാകുന്ന ദിവസം പാർട്ടിക്ക് പുറത്താകേണ്ടി വന്നതും യാദൃച്ഛികതയാകാം.